ഗർഭസ്ഥ ശിശുവിനെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഇടപെടൽ തേടിയാണ് ബാലാവകാശ കമ്മീഷനിലേക്ക് നേരത്തെ പോലീസിനും ഒരു പരാതി വന്നത്. യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഈ ശബ്ദ സന്ദേശം പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരാതി വരുന്നത്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യനാണ് ബാലാവകാശ കമ്മീഷനെയും എറണാകുളം സെൻട്രൽ പോലീസിനെയും സമീപിച്ചത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഇത്തരം പരാതികളുടെ ഗ്രൗണ്ട് എത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഈ പരാതി ഇപ്പോൾ രേഖാമൂലമുള്ള പരാതി ഈ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ പ്രദീപ്? പ്രജിഷ്, സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഒപ്പം ആണ് പ്രധാനമായി പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ആ പരാതിയുടെ കോപ്പി എറണാകുളം സെൻട്രൽ പോലീസിനും കൈമാറിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എന്ന് പറയാനാവില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു അന്വേഷണം നടന്നാൽ അത് രാഹുൽ മാങ്കൂട്ടം MLA-യിലേക്ക് കൂടിയാവും എത്തിച്ചേരുക. കാരണം ഒരു യുവതിയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചിരുന്നു. ഈ ശബ്ദ സന്ദേശം അടിസ്ഥാനമാക്കി ഈ ശബ്ദ സന്ദേശത്തിന്റെ പകർപ്പ് സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഒരു ഭ്രൂണത്തിന്റെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ തേടിയാണ് ഈ പരാതി എന്നാണ്. അതായത് ആരോഗ്യപരമായും പാരിസ്ഥിതികപരമായും ഒക്കെ ആ ഒരു കുരുന്നിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, ഗർഭചിത്രം നടത്തുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഇക്കാര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ ഗൗരവമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ശബ്ദം ആരുടേതാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഗർഭചിത്രം ഇതിനോടകം നടന്നു കഴിഞ്ഞോ എന്നുള്ള കാര്യം പരാതിയിൽ വ്യക്തമല്ല. നടന്നിട്ടില്ല എങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ഇല്ല എങ്കിൽ, അതല്ലെങ്കിൽ അതിന് ചേരുന്ന സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ ഒരിക്കലും നിയമം ഗർഭചിത്രം അനുവദിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, നിർബന്ധപൂർവ്വം ഗർഭചിത്രത്തെ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ അപ്പോൾ ഈ ഇരയെ കേൾക്കുക ഒരു വിപുലമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഈ പരാതിയുടെ കഴമ്പനുസരിച്ച് അതിൽ പറഞ്ഞിരുന്ന വസ്തുക്കളൊക്കെ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ അതിലിരയെ ഒക്കെ കേൾക്കേണ്ടി വരും. അങ്ങനെ വിപുലമായ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരും. അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടാവും? അതെ, ഇതിനകത്ത് ഇരയുടെ പേര് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്ന പോലുമില്ല. മാത്രമല്ല, അത് ഞാൻ പറഞ്ഞതുപോലെ ഈ ശബ്ദം യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്നു കഴിഞ്ഞിട്ടുണ്ടോ അതോ ഗർഭാവസ്ഥയിൽ തന്നെയാണോ ഉള്ളത്? അത്തരം കാര്യങ്ങളിൽ ഒക്കെ ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതി എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയേക്കും. മാത്രമല്ല, ഇവിടെ ഒരു മൂന്നാം കക്ഷിയാണ് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു ജീവൻ സംരക്ഷിക്കുക എന്നുള്ള പരാതിയായതുകൊണ്ട് മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും അക്കാര്യത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതാണ് പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടം നീട്ടി എറിഞ്ഞതും. കാരണം ഇവിടെ പരാതിക്കാരി, ഇപ്പോൾ പ്രത്യക്ഷത്തിലൊരു പരാതിക്കാരി ഈ സംഭവത്തിൽ ഇല്ല. ഈ പരാതിക്കാരിയുടേത് എന്ന തരത്തിൽ വരുന്ന പുറത്തേക്ക് വരുന്ന ഈ ശബ്ദ സന്ദേശത്തിന്റെ അതിന്റെ ഓതന്റിസിറ്റി സംബന്ധിച്ച് ഈ വ്യക്തിയുടെ തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ആ അർത്ഥത്തിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് സാവകാശവും വ്യക്തത വരുത്തേണ്ടതിൻ്റെ ഇതൊക്കെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രദീപ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മൂന്നാം കക്ഷിയാണ്. മൂന്നാം കക്ഷിക്ക് ഇങ്ങനെ ഒരു പരാതി ഒരു പൊതു താല്പര്യം എന്ന നിലയിൽ നൽകാൻ കഴിയുമോ? അപ്പോഴും ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമപരമല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്.